ഹായ് ഗൈസ്. അപ്പോൾ ഡിഫറെൻറ്റ് മീഡിയ റിസോഴ്സസ് HTML എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി. ടാഗുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ HTML ലിങ്ക് ടാഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലിങ്ക് ടാഗ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ വെബ്സൈറ്റിലും, മെജോറിറ്റി എല്ലാ വെബ്സൈറ്റിലും നിങ്ങൾ കുറേ ലിങ്കുകൾ കണ്ടിട്ടുണ്ടാവും. ലിങ്ക് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബട്ടണോ ഒരു ഇമേജോ അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ സംഭവങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് പോകും, അതല്ലെങ്കിൽ വേറൊരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ആവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലിങ്ക് ടാഗ് വെച്ചിട്ടാണ്. ആ ഒരു ടെക്സ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഇമേജിലോട്ടോ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിങ്കിലോട്ട് നമ്മളെ റീഡയറക്ട് ചെയ്യും എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് എ ടാഗ് ആണ്. എ എന്നാണ് ടാഗിന്റെ പേര്. അതൊരു പേര് ടാഗ് ആണ്. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്താണ്, ഇപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ ലിങ്ക് ആയിട്ട് മാറ്റേണ്ടതെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ കൊടുക്കും, അല്ല ഇമേജ് ആണെങ്കിൽ ഇമേജ് ടാഗ് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നുള്ളതാണ്. എന്താണ്, എന്ത് HTML ഡോക്യുമെന്റിനെയാണോ നിങ്ങൾക്ക് HTML എലമെന്റിനെയാണോ നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് മാറ്റാനുള്ളത്, അതിനെ ഈ ടാഗിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. അപ്പൊ അതിൽ നമ്മൾ ഈ ലിങ്ക് എങ്ങോട്ടാണ് റീഡയറക്ട് ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് HRF എന്ന് പറയുന്നത്. ഇവിടെ അത് റീഡയറക്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ URL കൊടുക്കും. ആ എവിടെയാണ് ആ റിസോഴ്സ്, നിങ്ങൾ ലിങ്ക് ചെയ്യുന്ന റിസോഴ്സ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ URL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ റീഡയറക്ട് ചെയ്യുന്നത് ഗൂഗിളിലോട്ടാണെങ്കിൽ google.com എന്ന് കൊടുക്കും, അതല്ല വേറെ വേറെ വെബ്സൈറ്റിലോട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തത് #home#about എന്ന്. അപ്പോൾ ഇതൊരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ടോട്ടൽ കറക്റ്റ് URL പോലെ അല്ല. ഇങ്ങനെ ഈ ഹാഷ് കൊടുത്ത് ലിങ്ക് കൊടുക്കുന്നതിന്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഹാഷ് കൊടുക്കുന്നതിന്റെ റീസൺ ഇപ്പോൾ നിങ്ങളെ സെയിം പേജ്, നിങ്ങൾ നിൽക്കുന്ന ആ പേജിൽ തന്നെ ഏതെങ്കിലും പോർഷൻസിലോട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ചില വെബ്സൈറ്റുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റിൽ തന്നെ വേറൊരു സ്പോട്ടിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് പോകും. അങ്ങനത്തെ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ് കൊടുത്തിട്ട് ലിങ്കിന്റെ പേര് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഈ നിങ്ങൾക്ക് ഏത് പോർഷൻ ആണോ നെയിം ചെയ്യുന്നത്, നെയിം ചെയ്യേണ്ടത് ഏത് പോർഷനിലോട്ടാണ് പോകേണ്ടത്, അതിന് ആദ്യം നെയിം ചെയ്യണം. അതിനു വേണ്ടി ID ടാഗ് യൂസ് ചെയ്യുക. സെലക്ടർ ആയിട്ടുള്ള ID ആട്രിബ്യൂട്ട് ആ എലമെന്റിന് കൊടുത്തിട്ട് ആ വാല്യൂ കൊടുക്കുക. എന്താണോ ആ എലമെന്റ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് ഹാഷ് എന്നിട്ട് ആ പേരോടെ കോൾ ചെയ്യുക. അതിന്റെ ബേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ നിൽക്കുന്നതനുസരിച്ച് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതാണ് ഈ ഹാഷ് ഇട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ നിങ്ങൾ വേറെ സെപ്പറേറ്റ് പേജിലോട്ടാണ് നിങ്ങൾക്ക് റീഡയറക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന്റെ URLs ഇവിടെ കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് വരുന്ന ഒരു വാല്യൂ ആണ് _blank എന്ന് പറയുന്നത്. ഇപ്പൊ ഡീഫാൾട്ട് ആയിട്ട് ടാർഗറ്റിന്റെ വാല്യൂ _self എന്നുള്ളതായിരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാർഗറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എവിടെയാണ് ഓപ്പൺ ആവേണ്ടത് എന്ന് പറയുന്നതാണ് ഈ ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ ഒരു വർക്കിംഗ്. ഇപ്പൊ ഞാൻ അതിപ്പോ സെൽഫ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിൽ തന്നെ ആ പോർഷനിലോട്ട് പോകും എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ അത് ബ്ലാങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു ടാബിൽ ഓപ്പൺ ആവും. ആ പോർഷൻ, ആ സെലക്ട് പറഞ്ഞ പോർഷൻ വേറൊരു ടാബിൽ ഓപ്പൺ ആവും. നിങ്ങൾ എന്ത് ലിങ്ക് ചെയ്തിട്ടാണോ കൊടുത്തത്, എന്ത് ഡോക്യുമെന്റ് ആണോ ലിങ്ക് ചെയ്തത്, അത് വേറെ ടാബിലോട്ട് ഓപ്പൺ ആവും. അപ്പൊ യൂസർക്ക് കുറച്ചുകൂടിയും ഈ പോർഷൻ സെപ്പറേറ്റ് ഒരു സ്ഥലത്തും ഓൾറെഡി ഉള്ള വെബ്സൈറ്റ് വേറൊരു ടാബിലായിട്ട് കാണാൻ പറ്റും. യൂസറിന്റെ എക്സ്പീരിയൻസ് കൂട്ടാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ യൂസ് കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു പ്രൊഡക്റ്റിന്റെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജ് ഓപ്പൺ ആവുക സെപ്പറേറ്റ് വിൻഡോയിലായിരിക്കും, സെപ്പറേറ്റ് ടാബിലായിരിക്കും. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസർ അറ്റൻഷൻ ആ വെബ്സൈറ്റിലോട്ട് കീപ്പ് ചെയ്യുക, പിന്നെ യൂസറെ ഈ യൂസബിലിറ്റി കുറച്ചും കൂടി കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി വെബ്സൈറ്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പോസിബിൾ ആക്കുന്നത് ഈ ടാഗിന്റെ #blank എന്നുള്ള ഒരു വാല്യൂ ആണ്. സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആയിട്ട് ടാഗിനുള്ളത്. പിന്നെ പല സമയത്തും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ലിങ്ക് ഇവിടെ കൊടുത്തതിന് ശേഷം ഈ ടാഗിന്റെ ഉള്ളിൽ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ജസ്റ്റ് ഇവിടെ കൊടുത്താൽ മതി. അതൊരു ബൂളിയൻ ആണ്. ട്രൂ ഒന്നെങ്കിൽ ഉണ്ടാവും, ഇല്ല എന്നുള്ള ഒരു സംഭവം. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്താൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സംഭവം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്ത് ഡോക്യുമെന്റ് അവൈലബിൾ ആണെങ്കിൽ അത് ഡൗൺലോഡ് ആവും എന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ്. അങ്ങനത്തെ കുറച്ചധികം ആട്രിബ്യൂട്ട്സ് അവൈലബിൾ ആണ് ടാഗിന്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് ടാഗിനെ നിങ്ങൾക്ക് മെജോറിറ്റി ഓഫ് ടൈമിൽ യൂസ് ചെയ്യേണ്ടി വരിക. സോ അത്രയാണ് ടാഗിനെ കുറിച്ച് അല്ലെങ്കിൽ ലിങ്ക് ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് HTML ഉള്ള ലിസ്റ്റ് ടാഗുകൾ ലിസ്റ്റ് ചെയ്യാൻ, ഒരു ഐറ്റംസ് ലിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഷുവർ, താങ്ക്സ്.